സിനിമയിൽ അവസരം നൽകി നടൻ നിവിൻ പോളി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും വിഷയത്തിൽ നിവിൻ പോളിയെയോ ആരോപണ വിധേയരായ മറ്റ് സിനിമാ പ്രവർത്തകരെയോ അറസ്റ്റ് ചെയ്യാൻ യാതൊരു തെളിവും പോലീസിന്റെ പക്കലോ യുവതിയുടെ കൈവശമോ ഇല്ല. മൊട്ടേരൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിക്കുന്ന ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ യുവതിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പൊളിഞ്ഞു വീണത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് യുവതി കെട്ടിപ്പൊക്കിയ നുണകളുടെ ചീട്ടുകൊട്ടാരമാണ്. സിനിമയിലെ അവസരത്തിനായി വിദേശത്ത് വെച്ച് കണ്ടുമുട്ടിയ നിവിൻ പോളിയും മറ്റ് 5 പേരും 3 ദിവസം മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്നും സിനിമാ താരങ്ങളും താനും മയക്കുമരുന്ന് ലഹരിയിലായിരുന്നെന്നും യുവതി വെളിപ്പെടുത്തുമ്പോൾ യുവതിക്കെതിരെ കൂടി കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാകേണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് താൻ പരാതി നൽകിയിരുന്നെന്നും എന്നാൽ അന്ന് ദുബായിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് പറഞ്ഞതായും എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കേസെടുക്കാൻ പോലീസ് തയ്യാറായെന്ന് യുവതി പറയുന്നു. ദുബായിൽ വെച്ച് നടന്ന പീഡനത്തെക്കുറിച്ചും തെളിവുകളെക്കുറിച്ചും ഡോക്ടർ അരുൺകുമാർ ചോദിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫോൺ സിനിമാ പ്രവർത്തകർ പിടിച്ചുവെച്ചെന്നും പിന്നെ എങ്ങനെ നാട്ടിലെത്തി എന്ന ചോദ്യത്തിന് നാട്ടിലുള്ള ഭർത്താവ് ടിക്കറ്റ് അയച്ചു നൽകിയെന്ന് യുവതിയുടെ മറുപടി. പ്രവർത്തകർ ഫോൺ പിടിച്ചു വെച്ചില്ല എന്ന അരുൺകുമാറിന്റെ അടുത്ത ചോദ്യത്തിന് മറ്റൊരു ഫോൺ ഉണ്ടായിരുന്നു എന്നും മറുപടി. നാട്ടിലെ നമ്പർ ദുബായിൽ ഉപയോഗിക്കത്തില്ലല്ലോ എന്ന ചോദ്യത്തിന് യുവതിക്ക് മറുപടിയില്ല. എന്നാലും എന്റെ അരുൺകുമാറെ, പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരുന്ന ഒരു വിവാദമായ പീഡന പരാതിയാണ് വെറും 5 മിനിറ്റ് കൊണ്ട് താങ്കൾ തെളിയിച്ചത്. നിവിൻ പോളിക്കെതിരെ യുവതി ഉന്നയിച്ച പീഡന പരാതി വ്യാജമാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. മുൻപ് ഹണി ട്രാപ്പ് കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു ആരോപണം ഉന്നയിക്കുന്ന യുവതിയും ഹസ്ബൻഡും എന്ന് ഇവരിടങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സംഭവത്തിൽ യുവതി വാർത്ത നൽകിയതിനെതിരെയും തന്നെയും കുടുംബാംഗങ്ങളെയും നിവിൻ പോളി അടക്കമുള്ളവർ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയതായും തന്നെയും കുടുംബത്തെയും രക്ഷിക്കണമെന്നും കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച യുവതിയെ അറിയില്ലെന്നും വാട്സാപ്പ് മെസ്സേജുകൾ ചെയ്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നും വിഷയത്തിൽ ഏതറ്റം വരെയും പോകുമെന്നും നിവിൻ പോളി മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇനി കാണേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇനിയും വരാനിരിക്കുന്ന വ്യാജ പരാതിക്കാരെയാണ്. ഇതൊരവസരമാണ്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ കരിവാറ്റേക്കാനുള്ള ഒരു സുവർണ അവസരം. സിനിമാ മേഖലയിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് പണം വെച്ചു കൊടുത്തിട്ട് ഒരു പീഡന പരാതി നൽകാൻ പറഞ്ഞാൽ അതിന് തയ്യാറായി നിൽക്കുന്നവരും സിനിമാക്കാർക്കിടയിലുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.